വളരെ പെട്ടെന്ന് നല്ല ഈസി ആയി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തത്. അപ്പം തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിന് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം. മുട്ടയും റവയും കൂടെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മുട്ട എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പൊടിയായി എരിഞ്ഞ സവാള, 1-2 പച്ചമുളക്, പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില, 1 ടീസ്പൂൺ അളവ് ഉപ്പ്. ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 8 മുതൽ 10 മിനിറ്റ് സമയം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പം 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഓരോന്നും ഇതുപോലെ ഒഴിച്ച് ചുട്ടെടുക്കുക. ഒരു 2 മിനിറ്റ് സമയം നമ്മളിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നിങ്ങളിത് പരത്തുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായിട്ട് പരത്തരുത്. അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നമുക്ക് കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അതാ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഓരോന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഓരോന്നും നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിത് ഒരു ഒണിയൻ ചട്നിയുമായിട്ടാണ് ഇവിടെ സെർവ് ചെയ്തിരിക്കുന്നത്. ഇനി കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചായയുടെ കൂടെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഈ ഒണിയൻ ചട്നിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.